ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ബെഡും കാര്യങ്ങളൊക്കെ ശരിക്കിട്ടിട്ട് വീഡിയോ ഒക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രഷ് ചെയ്തു കേട്ടോ. ബ്രഷ് ചെയ്യലൊക്കെ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുടിച്ചായിരുന്നു കേട്ടോ. നമ്മൾ ചായ ഒന്നും ഇപ്പോൾ രാവിലെ കുടിക്കാറില്ല. അപ്പം നന്നായി വെള്ളം കുടിച്ചു. അത് കണ്ടിട്ട് 6:45 തൊട്ട് ഒരു 8:15 വരെ നമ്മൾ ട്യൂഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കണ്ട് പിന്നെ അടുക്കളയിൽ അമ്മ നല്ല ചീരുപ്പേരിയൊക്കെ ഉണ്ടാക്കണമായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഗ്രീൻ ബീൻസ് കറിയായിരുന്നു കഴിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കണ്ടിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് യൂട്യൂബിൽ ഇരുന്നിട്ട് വീഡിയോസ് കണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, ഇങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെയാണ് മെയിനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നേരം അതിരുന്ന് കണ്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട്. അത് കണ്ട് പിന്നെ കുളിക്കാനുള്ള തന്ത്രപ്പാടായിരുന്നു. മുഖത്ത് ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ കുളിക്കാൻ പോയി. സ്കിൻ കെയർ കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുത്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ലിപ് ബാം കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. വാസ്ലിൻ്റെ ഒരു കൊക്കോ ബട്ടർ ലിപ് ബാമും കൂടി ഇട്ട് കൊടുത്തിരുന്നു. ഈ 2 കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ ചെയ്തിരുന്നുള്ളൂ. പിന്നെ പുറത്തങ്ങനെ പോകേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു സൺസ്ക്രീം കൂടി ഇട്ട് കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പണ്ടത്തെ ഒരു മൂവി കണ്ടായിരുന്നു കേട്ടോ, ഓട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ മെയിൻ പരിപാടി അതാണ്. പണ്ടത്തെ ഓരോ മൂവീസ് ഇരുന്ന് കാണലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അത് കണ്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള പരിപാടിയായിരുന്നു. ഇന്ന് നമ്മളൊരു വെജ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ട ഐറ്റംസൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ ഒരു ചീച്ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ ആഡ് ചെയ്തിട്ട് സബോളയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നീളനെല്ലാം നന്നായി അരിഞ്ഞ് സബോള കനം കുറച്ചറിഞ്ഞ് സബോള ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോളിഫ്ലവർ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും നല്ല ചൂടുവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ച പോലെ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കോളിഫ്ലവർ ആയിരുന്നു ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി അതൊന്ന് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇളക്കിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സബോളയിലും ഉരുളക്കിഴങ്ങിലൊന്നും ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ആകെ കോളിഫ്ലവറിൽ മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഗ്രീൻ ബീൻസ് വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസ് ആയിരുന്നു ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് നമ്മൾ ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു. അപ്പം നമ്മുടെ വെജ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് അതാണ്ട കഴിച്ചിട്ട് ഒപ്പം സർലാസും അച്ചാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. ഒരു 2 മണി കിടന്നൊരു 4 മണി വരെയൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥനയ്ക്ക് നാമം ചൊല്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ചു നേരം നമ്മൾ പുറത്തൊക്കെ വന്നിരുന്നു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ, പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിക്ക് ഞാൻ ജസ്റ്റ് ഒരു ക്യാരറ്റും സബോളയും ഒന്ന് ജസ്റ്റ് ഒന്ന് കുരുമുളക് ഉപ്പായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഉരുളൻകിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഉപ്പും മസാലപ്പൊടിയും മാത്രം ഒന്ന് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞപ്പൊടി ഇട്ട് അതൊന്ന് ജസ്റ്റ് വറുത്തെടുക്കായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷവർമ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പം ചപ്പാത്തി ജസ്റ്റ് ചുട്ടെടുത്തിയാൽ നമ്മൾ മയണൈസായിരുന്നു അതൊന്ന് പരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് എല്ലായിടത്തേക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആദ്യം ക്യാരറ്റും സബോളയില്ലേ അതൊന്ന് വഴറ്റി കൊടുത്തേക്കും. അത് ഫുള്ളൊന്നും വഴറ്റിയിട്ടില്ല, ജസ്റ്റ് ഒരു പച്ചമണം മാറാൻ വേണ്ടി വഴറ്റി കൊടുത്തിരുന്നതാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനിൽ ഉപ്പും മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ച ചിക്കനായിരുന്നു കേട്ടോ. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ചെറിയ പീസാക്കിയിട്ടായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ്. അത് ഓൾറെഡി ഉരുളൻകിഴങ്ങൊന്ന് ജസ്റ്റ് വേവിച്ചിട്ട് മസാലപ്പൊടിയൊക്കെ പരട്ടിയിട്ട് വറുത്തെടുത്തതായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഇത്തിരിയും കൂടി മയണൈസ് വേണമെങ്കിൽ കുറച്ചും കൂടെ മയണൈസ് ആഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇതായിരുന്നു രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ TV കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ലക്ഷ്മിയുടെ ഒരു വ്ളോഗായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും ബൈ.